അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും മദ്രസ ഗൈഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് തഫ്ഹീമു തിലാവ ഖിറാഅത്ത് പരീക്ഷയാണ്. അതായത് തഫ്ഹീമു തിലാവയുടെ വായനാ പരീക്ഷ. പാദവാർഷിക പരീക്ഷയ്ക്ക് 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് 2 പരീക്ഷകളാണുള്ളത്. ഒന്ന് തഫ്ഹീമു തിലാവയുടെ കിതാബത്തും അതുപോലെ ഖിറാഅത്തും. കിതാബത്ത് എന്ന് പറഞ്ഞാൽ എഴുത്തു പരീക്ഷയാണ്. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ വായനാ പരീക്ഷയാണ്. ഈ 2 പരീക്ഷ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെക്കുറിച്ചോ മുഹമ്മദ് നബിയെക്കുറിച്ചോ ഈ പ്രാവശ്യത്തെ പരീക്ഷയിൽ എന്ത് ചെയ്യില്ല, ചോദ്യം ചോദിക്കൂല. അതായത് ദീനിയാത്ത് അഖ്ലാഖിൽ നിന്നുള്ള വിഷയത്തിൻ്റെ പരീക്ഷ ഉണ്ടാകില്ല എന്ന് സാരം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഖിറാഅത്ത് പരീക്ഷയാണ്, അതായത് വായനാ പരീക്ഷ. പലപ്പോഴും ഇത് മുമ്പ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1ാം ക്ലാസ്സിൻ്റെ വിദ്യാർത്ഥികൾക്ക് തയ്യാറാക്കിയ ഒരു ക്വിസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ 1ാം ക്ലാസ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വിസ് ചെയ്യാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് 1ാമത്തെ പ്രവർത്തനം കാണാം. വാക്ക് വായിച്ച് ചിത്രം തൊട്ട് കാണിക്കാം. ഇവിടെ കൊടുത്ത വാക്ക് എന്ത് ചെയ്യുക, ആദ്യം വായിക്കുക. എന്നിട്ട് അതിന് യോജിച്ച ചിത്രം ഏതാണെന്ന് തൊട്ട് കാണിക്കുക കേട്ടോ. അങ്ങനെയാണ് പ്രവർത്തനം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പരീക്ഷയ്ക്കും ഇതുപോലെ തന്നെ ആയിരിക്കും. ഇതൊരു മോഡൽ മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് ഒരു വാക്ക് കാണാം. അത് നിങ്ങൾ ആദ്യം വായിക്കണം. നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണെന്ന് വായിക്കുക. ശേഷം 2ാമത്തെ അക്ഷരം വായിക്കുക. പിന്നെയാണ് 3ാമത്തെ അക്ഷരം വായിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ അക്ഷരം വായിക്കുക, ശേഷം 2ാമത്തെ അക്ഷരം വായിക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂട്ടി വായിക്കുക. എന്നിട്ട് 3ാമത്തെ അക്ഷരം വായിക്കുക. എന്നിട്ട് ഈ 3 അക്ഷരവും കൂട്ടി വായിക്കുക. അങ്ങനെ ചെയ്താൽ കൂടുതൽ വായിക്കാൻ കിട്ടും. പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്ന ഈ രൂപമാണ് കൂട്ടി വായിക്കാൻ. ഈ രൂപത്തിൽ തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതും. ഇവിടെ ല ബി നുൻ, ലബിനുൻ. ഈ ലബിനുൻ എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ ഏതാണ് ലബിനുൻ? അതെ, മുകളിൽ കാണുന്ന അല്ലേ, ഇഷ്ടിക. ഇതാണ് ലബിനുൻ. ഇത് ശരിയാക്കിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി അടുത്തത് ദർബുൻ, ദർബുൻ. ഒരിക്കലും നിങ്ങളിത് ദർബുൻ, ദർബുൻ എന്നല്ല, ദർബുൻ, ദർബുൻ. ഇതിലേതാണ് ദർബുൻ? ഗേറ്റ്, ദർബുൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ദർബിന് യോജിച്ച ചിത്രം ഉസ്താദിന് തൊട്ട് കാണിച്ചു കൊടുക്കുക. അടുത്തത് ബൈത്തുൻ, ബൈത്തുൻ, ബൈത്തുൻ. എന്താണ് ബൈത്തുൻ എന്ന് പറഞ്ഞാൽ? അതെ, വീട് അല്ലേ. വീടിനാണ് ബൈത്തുൻ എന്ന് പറയുക. അപ്പോൾ ഉസ്താദ് ചോദിക്കൽ ഇങ്ങനെയായിരിക്കും, ഈ ചിത്രത്തിൽ എവിടെയാണ് ബൈത്തുൻ എന്നുള്ളത്? അപ്പോൾ നിങ്ങൾ തൊട്ട് കാണിക്കുക. ഇതിന് 3 മാർക്ക് ലഭിക്കും കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഉ റ ബുൻ, ഉറബുൻ. എവിടെ ഉറബുൻ? അതെ, ടൈ, ഉറബുൻ. അവസാനത്തത് തംറുൻ, തംറുൻ. തംറുൻ എവിടെ? ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രം, തംറുൻ. അതിനും 3 മാർക്ക് ലഭിക്കും. ഈ പ്രവർത്തനം അധിക പരീക്ഷകളിൽ വരാറുള്ളതാണ്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ സിലബസ് മാറിയത് കൊണ്ട് ഇനി എന്താകുമെന്ന് അറിയില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ തന്നെയാണ് വരിക എന്ന്. ഇങ്ങനെയുള്ള പ്രവർത്തനം ഉണ്ടാവാറുണ്ട് പൊതുവേ. 2ാമത്തെ പ്രവർത്തനം എങ്ങനെയാണ്? പുസ്തകത്തിൽ എഴുതിയത് വായിക്കാം എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള വാക്കുകൾ വായിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഓരോന്നിനും 3 മാർക്ക് വീതമാണ് ഉണ്ടാവുക. ഓരോ മാർക്ക് വീതമാണ് ഉണ്ടാവുക. ഇപ്പോൾ 1ാമത്തെ പുസ്തകത്തിൽ 1ാമത്തെ പേജിൽ കണ്ടോ, റുക്നുൻ, റുക്നുൻ. 2ാമത്തതോ അക്ലുൻ,
അക്ലുൻ. മൂന്നാമത്തത് കിബ്റുൻ. കിബ്റുൻ. അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ പേജിലും ഇതുപോലെ 3 കൊടുത്തിട്ടുണ്ട്. ഉംദുദ്. ഉംദുദ് ഉണ്ടല്ലേ. വർദുൻ. വർദുൻ. എന്താണ് വർദുൻ? നമ്മൾ പഠിച്ചതാണ്, പനനീർപ്പൂ അല്ലേ. അടുത്തത് മദദുൻ. മദദുൻ. ഇനി അടുത്ത പുസ്തകത്തിലെ 1-ാമത്തെ പേജിലുള്ള വാക്കുകളാണ് വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 3 മാർക്കും ഇതിൽ നിന്ന് 3 മാർക്കും മൊത്തം 6 മാർക്ക് ലഭിച്ചു. ഇനി ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള വാക്കുകളും. നുബലുൻ. നുബലുൻ അങ്ങനെ തന്നെ വായിക്കണം. ദിറാറുൻ. ദിറാറുൻ. അടുത്തതോ സമകുൻ. സമകുൻ. ഇനി അടുത്ത പേജിലുള്ളത്, ഇപ്പോൾ ഇതിന് 3 മാർക്ക് ലഭിച്ചു. ഇനി അടുത്ത പേജിലുള്ള നമ്മൾ നോക്കാൻ പോകുന്നത്, ഒന്ന് സൽബുൻ. സൽബുൻ. അടുത്തത് ബസ്. ബസ്. കുട്ടി വായിക്കുമ്പോൾ ബസ് എന്ന വായിക്കുക, ബസ് എന്ന് വായിക്കരുതേ. അടുത്തത് റുക്നുൻ. റുക്നുൻ. ഇനി ഏറ്റവും അവസാനമുള്ള ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം. ഇവിടെ പ്ലക്കാർഡിൽ എഴുതിയത് വായിക്കാം എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള പ്ലക്കാർഡിലുള്ള ഓരോ വാക്കുകളും വായിച്ചു കൊടുക്കുക. ഓരോന്നിനും വ്യത്യസ്തമായ മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1-ാമത്തെ പ്ലക്കാർഡിൽ അദബുൻ. അദബുൻ. ഇതിലെല്ലാ അക്ഷരവും നമ്മൾ പഠിച്ചതാണ്. തൊട്ടടുത്ത് അതിന് 5 മാർക്ക് കിട്ടി. തൊട്ടടുത്ത പ്ലക്കാർഡിൽ 3 മാർക്കാണ് ഇത് വായിച്ചാൽ കിട്ടുക. ഇബറുൻ. ഇബറുൻ. എന്താണ് ഇബറുൻ? സൂചി അല്ലേ, സൂചികൾ. ഇനി മൂന്നാമത്തെ പ്ലക്കാർഡിൽ 3 മാർക്കാണുള്ളത്. അവിടെ കൊടുത്തിട്ടുള്ള വാക്ക് വായിച്ചു കൊടുക്കാം. തിൽക. തിൽക. ഇനി 4-ാമത്തെ പ്ലക്കാർഡിൽ മിൽക്കുൻ. മിൽക്കുൻ. അതിനും 5 മാർക്ക് ലഭിച്ചു. ഇനി 6-ാമത്തെ പ്ലക്കാർഡിലോ, 5-ാമത്തെ പ്ലക്കാർഡിലോ മർമറുൻ. മർമറുൻ. ഇനി തൊട്ടടുത്തുള്ള പ്ലക്കാർഡിൽ അർനബുൻ. അർനബുൻ. അവസാനം റജുലുൻ. റജുലുൻ. അതിനും 3 മാർക്ക് ലഭിച്ചു. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. ആർക്കെങ്കിലും ഇതിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ PDF ഉപയോഗിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, പ്രിൻ്റ് എടുത്തുകൊണ്ട്. ഇതിന് കിതാബത്തും ഉണ്ട് ഖിറാഅത്തും ഉണ്ട്, 2 പേപ്പറുണ്ട്. ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്താലും മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.